ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു അവിഹിതം കണ്ടു. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്താ തോന്നുക? ഒരു ഒരു പ്രത്യേക തരം ഒരു ഫീലിംഗ് ഇല്ലേ? ആ ഫീലിംഗ് ആണ് ഈ അവിഹിതം എന്ന പേരുള്ള സിനിമയ്ക്ക് സംഭവിച്ചത്. ജിയോയുടെ റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഈ ഹോട്ട്സ്റ്റാർ ഒക്കെ സബ്സ്ക്രിപ്ഷൻ കിട്ടും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാ വെറുതെ കാണാത്ത മൂവീസ് ഉണ്ടോ എന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ അവിഹിതം കിടക്കുന്ന കണ്ടു. തിയേറ്ററിൽ നല്ല അഭിപ്രായം വന്നൊരു മൂവി ആയിരുന്നു. പക്ഷെ സത്യം പറയാലോ, ഒരു ചളിപ്പ് കൊണ്ടാണ് ഞാൻ പോവാഞ്ഞ തിയേറ്ററിൽ. ഞാനിപ്പോൾ ഇതൊരു സിനിമ റിവ്യൂ ആയിട്ട് പറയണോ അതോ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് പറയണോ എന്ന് എനിക്കറിയില്ല. രണ്ടും നമുക്ക് സംസാരിക്കാം. ഒരു ഗുഡ് എന്റർടൈനർ ആണ്. കുറേ ചിരിക്കാനുണ്ട്. ഞാൻ കുറേ ചിരിച്ചു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ കുറച്ച് ക്രിഞ്ച് എലമെന്റ്സും ഉണ്ട്. ചില കാര്യങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പിന്നെ ഒരു കാര്യം മെൻഷൻ ചെയ്യാനുണ്ട്. അതിൽ അഭിനയിച്ച ഒരാളെ പോലും പ്രോപ്പർലി എനിക്ക് അറിയില്ല. സാധാരണ നമ്മളൊരു സിനിമ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സിനിമ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താ, നമ്മുടെ ഇഷ്ടതാരങ്ങൾ, നമുക്ക് അറിയുന്ന ആൾക്കാർ, ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് എന്നുള്ള രീതിയിലാണ് നമ്മളൊരു മൂവി കാണുക അല്ലേ. പക്ഷെ ഈ ഒരു സിനിമ ഒരാളെ പോലും ഫെമിലിയർ ആയിട്ടൊരു ഫേസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു മൂവി ഇത്രയ്ക്കധികം നമ്മളെ എന്റർടൈൻ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് അതിന്റെ ആ ഒരു മേക്കിങ്ങും അതിന്റെ സ്ക്രീൻ പ്ലേയും അതിന്റെ ആ ഒരു സ്റ്റോറി ലൈൻ മൊത്തത്തിൽ, പിന്നെ ഒബ്വിയസ്ലി ആ ഒരു ടോപ്പിക് അവിഹിതം എന്ന് പറയുന്നത് ബേസിക്കലി വിഹിതമല്ലാത്തത് എന്തോ അതാണ് അവിഹിതം. ഈ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പുകളെ മെൻഷൻ ചെയ്യുന്നതാണ് ഈ അവിഹിതം എന്ന ടേം കൊണ്ട്. എന്റെ ഒരു ടേക്ക് ഇതിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം രണ്ട് പേര് തമ്മിൽ ഉണ്ടാവുന്ന ഫിസിക്കൽ ഇന്റിമസീസ് സോൾലി അവരുടെ മാറ്ററാണ്, അവരുടെ പേഴ്സണൽ മാറ്ററാണ്. അവരുടെ പേഴ്സണൽ സ്പേസിൽ എന്തുണ്ടാവുന്നു എന്നുള്ള അവരുടെ രണ്ട് അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ഇഷ്ടങ്ങളാണ്. അതിനെ നമുക്കൊന്നും ചോദ്യം ചെയ്യാനോ പറയാനോ ചിന്തിക്കാനോ പോലും അവകാശമില്ല. അത് അവരുടെ പേഴ്സണൽ സ്പേസിലെ കാര്യം. ബട്ട് പാർട്ട്ണർ ഉള്ള വ്യക്തി ആ പാർട്ട്ണറിനെ ചതിച്ചുകൊണ്ട് ഉണ്ടാവുന്ന ഇങ്ങനെയുള്ള എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഒബ്വിയസ്ലി ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല. അത് എൻ്റെ കപ്പ് ഓഫ് ടീയും അല്ല. പാർട്ട്നേഴ്സ് ഉള്ളവരെ സംബന്ധിച്ച് അവർ അത്രയും സിൻസിയർ ആയിരിക്കണം. അൺലെസ് ആൻഡ് അൺടിൽ അതൊരു ഓപ്പൺ റിലേഷൻഷിപ്പ് ഇറ്റ് ഇസ് ഫൈൻ അല്ലേ. ബട്ട് സിൻസിയർ ആയിട്ട് കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾക്ക് അത് ഒരിക്കലും ആശാസ്യകരമായിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ. ഇപ്പൊ ജിയോ ഹോട്ട്സ്റ്റാറിൽ അത് അവൈലബിൾ ആണ്. നിങ്ങൾ അത് ഉറപ്പായും കാണണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇറ്റ്സ് എ ഗുഡ് എന്റർടൈനർ. സത്യം പറയാലോ, എനിക്ക് മുമ്പത്തെ പോലെ കുറേ നേരം കുത്തിയിരുന്ന ഒരു സിനിമ കാണാനുള്ള ഒരു ക്ഷമ തോന്നാറില്ല. അറിയില്ല എന്തുകൊണ്ടാണ്. മുമ്പ് ഞാനൊരു നല്ല മൂവി ലവറായിരുന്നു. കണ്ട പടം തന്നെ ചിലപ്പം 2-3 പ്രാവശ്യമൊക്കെ പോയി കണ്ടിട്ടുണ്ട് ഞാൻ. ബട്ട് ഇപ്പൊ എനിക്ക് ഒരു പ്രാവശ്യം പോലും കാണാനുള്ള ക്ഷമ തോന്നാറില്ല. എനിക്ക് പോലും ഒരു ഫുൾ സ്ട്രെച്ചിലിരുന്ന് ആ സിനിമ കണ്ടു തീർക്കാൻ തോന്നി. ബിക്കോസ് ഇറ്റ്സ് എ ഗുഡ് എന്റർടൈനർ. പൊതുവിൽ മലബാർ ഭാഷ സംസാരിക്കുന്ന മൂവീസ് ഒക്കെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കാറില്ല. ബട്ട് ഇത് ഐ എൻജോയ്ഡ് ഇറ്റ്. അപ്പം ഇതൊക്കെയാണ് അവിഹിതം മൂവിയെ പറ്റി എൻ്റെ ഒരു ടേക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യൂ, ബോത്ത് അബൌട്ട് മൂവി ആൻഡ് അബൌട്ട് ദിസ് കൺസെപ്റ്റ് ഓഫ് അവിഹിതം. അടുത്ത വ്ളോഗിൽ മറ്റൊരു വിഷയമായി കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.